അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാകുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതായിട്ടുള്ള അനുഗ്രഹം ആരോഗ്യമാണെന്ന് നമുക്കൊക്കെ അറിയാം. ആരോഗ്യമില്ലാതെ വരുമ്പോൾ നമുക്ക് ശാരീരികമായി മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരികയും കാര്യങ്ങളെ ഏകാഗ്രതയോടെ കൃത്യമായി ചെയ്യാൻ കഴിയാതെ വരികയും ചെയ്യും. അതുകൊണ്ട് ആരോഗ്യത്തിന് ശുക്ർ ചെയ്യണം. ആരോഗ്യമില്ലാതെ കൈകാലുകൾക്ക് സ്വാധീനം നഷ്ടപ്പെട്ടവർ, കാഴ്ചശക്തി ഇല്ലാത്തവർ, അല്ലെങ്കിൽ മറ്റുള്ള അംഗവൈകല്യങ്ങൾ ഉണ്ടായി പ്രയാസപ്പെടുന്നവരെ കണ്ടുമുട്ടുമ്പോൾ, അല്ലെങ്കിൽ രോഗങ്ങൾ കൊണ്ടോ മറ്റുള്ളതാകുന്ന പരീക്ഷണങ്ങൾ കൊണ്ടോ ബുദ്ധിമുട്ടുന്നവരെ കണ്ടുമുട്ടുമ്പോൾ, അപ്പോൾ നമുക്ക് അല്ലാഹു തന്ന ഈ അനുഗ്രഹത്തിൽ ശുക്ർ ചെയ്തുകൊണ്ട് നാം പറയേണ്ട വചനമുണ്ട്. മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല. സർവസ്തുതിയും അള്ളാഹുനാകും. ഈ വ്യക്തിക്ക് കൊടുത്ത പരീക്ഷണത്തെ തൊട്ട് എനിക്ക് ആഫിയത്ത് നൽകിയ, എനിക്ക് ആരോഗ്യം നൽകിയ അള്ളാഹുനാണ് സർവസ്തുതി. അതുപോലെ അവന്റെ ശ്രേഷ്ഠവാന്മാരാകുന്ന അടിമകൾ അവൻ എന്നെ തെരഞ്ഞെടുത്തു, ആ വിഷയത്തിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു എന്ന് അള്ളാഹുവിനോടുള്ള ആ ഒരു ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന വളരെ പുണ്യമുള്ളതാണ്. അതുകൊണ്ട് ഇനി രോഗങ്ങൾ കൊണ്ടോ മറ്റുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കണ്ടുമുട്ടുമ്പോൾ ഈ പ്രാർത്ഥന അവർ കേൾക്കാത്ത രൂപത്തിൽ രഹസ്യമായിട്ട് നാം നടത്തുന്ന പ്രാർത്ഥനയാണ്. അതിലൂടെ അള്ളാഹു നമ്മുടെ ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകുകയും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് കവചമൊരുക്കുകയും ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.